കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ്. അങ്ങനെ ധ്രുവനും നവീനും കിരണൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജെസ്സിയുണ്ട് കൂടെ. പിന്നീട് ജെസ്സിയോട് പറഞ്ഞു, ജെസ്സി നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണെന്ന് പറയാ, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ചെന്നൈക്ക് പൊക്കോളാൻ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജെസ്സി പറഞ്ഞു, അല്ല ഞാന് കൂടുതലൊന്നും പറയണ്ട, ഇനി ഇവിടെ നീ നിൽക്കുന്ന അപകടമാണ്, നിന്നെ ഇനിയിപ്പൊ ആ ശങ്കറങ്ങാൻ കണ്ട അത് മതി, അതോടുകൂടി കാര്യങ്ങൾക്ക് തീരുമാനമാണെന്ന് പറയാം. കല്യാണം മുടക്കാൻ പോയതാ, പക്ഷെ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പാളിപ്പോയില്ലേ, ഇനിയിപ്പൊ നീ എത്രയും പെട്ടെന്ന് ഇവിടെ സ്റ്റാൻഡ് വിടാൻ പറയണം. ഇത് കേട്ടപ്പോ ജെസ്സി പറഞ്ഞു, അല്ല എനിക്ക് പോയാലും അധിക കാലം ചെന്നൈയിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല, ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറയാം. ഈ സമയം കിരണും ഷാനും കൂടെ അങ്ങോട്ട് വരുവാണ്. അവരെന്ത് ചെയ്യണം, കയ്യിലിരിക്കുന്ന കവറ് നേരെ നവീന്റെ കയ്യിലേക്ക് നീട്ടുവാണ്. നവീൻ എന്ത് ചെയ്യണം, ആ കവർ നേരെ ജെസ്സിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ പറഞ്ഞ കൂടുതൽ തുക ഇതിനകത്തുണ്ട്, ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും ശങ്കറിന്റെ ഗൗരിയുടെ ഒന്നും കണ്ണിപ്പെടരുത്, ഇവിടുന്ന് നീ നേരെ പോയിട്ട് നേരെ ചെന്നൈക്കായിരിക്കണം, വേറെ ഒരു സ്ഥലത്ത് ഇറങ്ങും ഒന്നും ചെയ്യരുതെന്ന് പറയാം. അതൊക്കെ ഏറ്റു, പക്ഷെ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ താമസിച്ചിരുന്നിടത്തുണ്ടെന്ന് പറയണം. ഡ്രസ്സോ, അത് നിന്റെ എല്ലാ സാധനങ്ങളും ഒന്നുപോലും മിസ്സാവാതെ എല്ലാം നിന്റെ ഫ്ലാറ്റിൽ എത്തിയിരിക്കും, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ശരിയെന്ന് പറയാം. പിന്നെ ഷാനിനോട് പറഞ്ഞു, ദേ ഇവിടെ സേഫ് ആയിട്ട് കൊണ്ടു വിടാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരിക്കണം, ഒരിടത്തും നമ്മുടെ പ്ലാനുകളൊന്നും പൊളിഞ്ഞു പോരുത്, ശങ്കറിന്റെ കണ്ണിൽ ഒരു കാരണവശാലും പെടലെന്ന് പറയണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു മച്ചാനെ, അത് ബാന്ന് പറഞ്ഞുകൊണ്ട് ജെസ്സിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ധ്രുവനോട് നവീൻ ചോദിച്ചു, അല്ല നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞില്ലേ, ആ കൃത്യ സമയത്ത് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന നമ്മൾ കരുതിയില്ലല്ലോ, എന്ത് ചെയ്യാനാന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല, പക്ഷേങ്കിൽ ആരതിയുടെ കല്യാണം മുടക്കാൻ ശ്രമിച്ചാൽ നമുക്കിട്ട് പണി കിട്ടി, ഇനിയിപ്പൊ ഉടനെ എങ്ങാനും ആരതിയുടെ കല്യാണം നടക്കുമോ, ഒരു പക്ഷെ ആ മിഥുൻ തന്നെ അവളെ കല്യാണം കഴിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് സന്തോഷകര ഒരു കാര്യം, ഗൗരീനെ പുറത്താക്കിയില്ലേ, അത് തന്നെ മതി, ഗൗരിയുടെ സ്വന്തം വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ പറ്റിയില്ലേ, അതൊരു നല്ല കാര്യമില്ലെന്ന് ചോദിക്കാം. ഇനി ഒരു പക്ഷെ ഗൗരി എന്ത് പറഞ്ഞാലും ആ വീട്ടിലുള്ളവർ ഇനിയിപ്പം അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അതൊക്കെ ശരി തന്നെ, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ ആരതിയുടെ കല്യാണം വീണ്ടും മുടങ്ങണമെന്ന് പറയാം. അപ്പം ധ്രുവൻ പറഞ്ഞു, അതിനെന്താ ഒരു വഴി, ഒരു പക്ഷെ ശങ്കർ ഇതെങ്ങാനും അടഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവന്റെ സംഹാര താണ്ഡവമായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്, പക്ഷെ എന്താ ഒരു പോംവഴിന്ന് ചോദിക്കുകയാണ്. ഈ സമയം നവീൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ആരതിയുടെ കല്യാണം മുടങ്ങുമ്പോ ധ്രുവൻ മച്ചാന് അവളുടെ കഴുത്തിൽ താലി കെട്ടണം എന്ന് പറയാം. അല്ല ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടണം, നവീൻ എന്താ എത്ര ആഗ്രഹം, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. അല്ല അങ്ങനെ കെട്ടുവാണെങ്കിലേ ധ്രുവൻ മച്ചാൻ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുവാണെങ്കിൽ ശങ്കറിന് ഏറ്റവും വലിയ എതിരാളിയായിരിക്കും, കാരണം അളിയനാണല്ലോ, വീണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, അത് മതി, അങ്ങനെ ഒരു പണി കൊടുക്കാണ്ട് പറ്റും, അത് നല്ല ഐഡിയ അല്ലേന്ന് ചോദിക്കുക. ശരിയാ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാ, പക്ഷെ ഇത് സാധിക്കണ്ടേന്ന് ചോദിക്കുക. സാധിക്കും, അതിനുള്ള പോംവഴികളൊക്കെ നമുക്ക് കണ്ടെത്താം, ഇത്രയും വരെ നല്ല സ്മൂത്ത് ആയിട്ട് പോയില്ലേ, പിന്നെ ഇടയ്ക്കൊരു പാളിച്ച പറ്റി, അതൊന്നും കുഴപ്പമില്ല, ഇനി നമ്മൾ മുന്നോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു പറയണം. ഈ സമയം എന്ത് ചെയ്യണം, ശങ്കർ ആ ടെൻഷൻ അടിച്ച് മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുക. എന്നാലും തങ്ങൾക്ക് എവിടെയാ തെറ്റുപറ്റിയത്, പാവം ഗൗരി വീട്ടിൽ നിന്ന് പുറത്തായി, ആ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും, ഇത്രയൊന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല, ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല, ഇനി എന്തേലും തിരുവനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ എന്താ ചെയ്യണേ. അങ്ങനെയൊക്കെ തലമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗംഗയുടെ വരവ്. ഗംഗ വന്നിട്ടടുത്ത്, ഇതെന്താ ശങ്കർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്, ഭയങ്കര ആലോചനയിലാണല്ലോ, ഇത്രയും കാലം മനസ്സിൽ തന്നോട് സ്നേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പുറത്ത് വേറെ ഒന്ന് കാണിച്ചോണ്ടിരിക്കുവായിരുന്നു, അപ്പം ഇത്രയും തന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ. പിന്നീട് ഗംഗ എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഭയങ്കര ആലോചന എന്താ നീക്ക്. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. അല്ല അത് പിന്നെ ശങ്കു, നിന്റെ മുഖം കണ്ടാ അറിയാം നിന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ വിഷമമുണ്ടെന്ന്, എന്തോ പറയാനുണ്ടോ, സീരിയസ് ആയിട്ട് എന്തോ കാര്യമാണ്. അത് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാ ശരി, ഒരു പ്രശ്നമില്ല, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ ആണ്. എവിടെ വരെ? എനിക്ക് ട്രിവാൻഡ്രം വരെ പോകണം. ട്രിവാൻഡ്രം അവിടെ എന്താ വിശേഷം? അല്ല അത് പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പൊ അവള് ട്രിവാൻഡ്രത്തുണ്ട്, അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന്, എന്നോട് എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ, പക്ഷെ എനിക്ക് നല്ല മൂഡില്ല എന്ന് പറയണം. നിനക്ക് മൂഡില്ലാതാൻ കാരണം എന്താ? എന്തേലും ഒരു കാരണം ഇല്ലാതില്ലയോ? അതിപ്പോ പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ഇപ്പൊ നിനക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല, ഇത് വേറൊരു കാര്യമെന്ന് പറയണം. ശരി, അതെന്തേലും ആയിക്കോട്ടെ. ശരി, ഇപ്പൊ നീ ഇനിയിപ്പോ വിളിച്ചല്ലേ, പിന്നെ ഞാൻ വന്നേക്കാന്ന് പറയണം. അല്ല നിനക്ക് ഏത് ഫ്രണ്ടിനെ കാണാനായിട്ടാ പോന്നെ? ആ ഫ്രണ്ടോ, ആ ഫ്രണ്ടിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കണം. ഫോണിനകത്ത് എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ പെൺകുട്ടിനെ കാണാന്ന് ചോദിക്കണം. ശങ്കർ ആ ഫോട്ടോ നോക്കിയ ശങ്കർ ഒന്ന് ഞെട്ടിപ്പോയി. മറ്റാരും അല്ലത് രഞ്ജുവിന്റെ ഫോട്ടോ. ഇവളോ? ഇവിടെ അറിയാവോ, ഇത് ശിവാനിയാന്ന് പറയാം. ശിവാനിയോ? ശിവാനി എന്നുള്ള പേര് താൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ.
അല്ല ഇത് രഞ്ജു അല്ലേ? രഞ്ജു അല്ല, ശിവരഞ്ജിനെ ശരിക്കുള്ള പേര്. പക്ഷെ ഞങ്ങളെല്ലാം അവളെ സ്നേഹത്തോടെ ശിവാനിന്ന് വിളിക്കുന്നത്. പക്ഷേ അവൾക്ക് ആ പേര് കേൾക്കുന്ന ഇഷ്ടമില്ല. അവൾക്കൊരു എക്സ് ബോയ്സ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് അവൾക്ക് ആ പേര് ആരെങ്കിലും കേൾക്കുന്നതിന് ഇഷ്ടമില്ല എന്ന് പറയണം. ഈ സമയം ശങ്കറിന്റെ ഉള്ളിൽ ഒരു പൂത്തിരി കത്തി. ശങ്കർ പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ വരാം, ട്രിവാണത്തിന് ഞാൻ വരുന്നുണ്ട്, നിന്റെ ഫ്രണ്ടിനെ എനിക്കും ഒന്ന് കാണണമല്ലോ എന്ന് പറയണം. ഗംഗയ്ക്ക് പക്ഷെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ശങ്കർ പറഞ്ഞു, എന്നെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം നിന്റെ ഫ്രണ്ടിനെ. അതിനെന്താ, ഉറപ്പായിട്ടും പരിചയപ്പെടുത്താലോ എന്ന് പറയണം. പിന്നീട് ആദർശന്റെ കാലയിലൊക്കെ എണ്ണ തഴുവി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു വേണി. അങ്ങനെ എണ്ണ തഴുവി കൊടുത്തോണ്ടിരുന്നപ്പോ ആദർശ് പറഞ്ഞു, ഇത് കൊണ്ടൊക്കെ ശരിയാവും തോന്നുന്നുണ്ടോ? ആദർശാണ്ട് സ്വയമേ ഒരു വിശ്വാസം ഉണ്ടാവണം കേട്ടോ. നമ്മള് സ്വയം നന്നാവണം നമ്മൾ തന്നെ വിചാരിക്കണം, മറ്റുള്ളവർ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ആദർശാണ്ട് കാലി പൊക്കാനോ ഉയർത്താനോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആദർശാണ്ട് ഉറച്ച ഒരു തീരുമാനം മനസ്സിലെടുക്കണം. എങ്കിൽ മാത്രം ആദർശാണ്ട് അത് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എത്ര തള്ളിന്ന് പറഞ്ഞാലും ആദർശാണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ, എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കും. ആദർശം എന്നെ കൊണ്ടേ അത് സാധിക്കുള്ളൂ. നമുക്കൊരു നല്ല ജീവിതം വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് നന്ദിനിയമ്മയുടെ മോളെ വേണി ഇങ്ങോട്ട് ഓടി വരാൻ പറയണം. ഒരു നിലവിളി ശബ്ദം പറയാൻ കേട്ടെ. അപ്പൊ വേണിയുടെ കൈ നിറച്ചും കുഴപ്പമായിരുന്നു. ആദർശേട്ടാ, അമ്മ എന്തോന്ന് വിളിക്കുന്നുണ്ട്, എന്തോ കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയണം. ഈ സമയം വീണ്ടും മോളെ ഓടി വരാൻ പറയണം. വേണി ഓർത്തത് എന്ത് പറ്റി, ഇവിടുന്ന് കൈ കുഴമ്പൊക്കെ തൂത്തിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ആദർശ് നോക്കിയപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അവിടെ ടേബിളായിരുന്നു. ആദർശിന് ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ, വീൽ ചെയറല്ല ഇരിക്കുന്നേ. ആദർശ് ഇങ്ങനെ ഇരിക്കുക. പിന്നെയും ഫോൺ ബെല്ലടിച്ചു. ഈ സമയം അകത്തുനിന്ന് പിന്നെയും നിലവിളി കേൾക്കുക. ഈ നിലവിളി കേട്ടപ്പം ആദർശം മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. വേണിമോളെ എന്ന് കിടന്ന് അലർച്ചയാണ് കേൾക്കണത്. എന്തോ കാര്യമാ, എന്താണെന്ന് അറിയത്തില്ല എന്റെ ഭഗവാനെ. അങ്ങനെ ഓർത്തോണ്ട് എന്റെ ആദർശ് പതുക്കെ വീൽ ചെയർ ഇങ്ങനെ തള്ളി ആ ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആ കുഴമ്പുകുപ്പി അങ്ങ് മറിഞ്ഞു പോവാണ്. കുഴമ്പ് മറിഞ്ഞ് തറ മൊത്തം കുഴമ്പായി. പെട്ടെന്ന് ആദർശ് എന്ത് ചെയ്യുവാണ്, ഈ നിലവിളി ശബ്ദം എല്ലാം കൂടെ പരിഭ്രാന്തനായിപ്പോയി. പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആ ടേബിളിലേക്ക് പിടിക്കാണ്ട് തുടങ്ങും. കാരണം കുഴമ്പുകുപ്പിയെ തെന്നി അങ്ങോട്ട് പോയായിരുന്നു. അങ്ങനെ തെന്നി പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻസ് ചെയ്തപ്പോൾ വീൽ ചെയർ മറിഞ്ഞ് താഴേക്ക് പോവാ. ആ കുഴമ്പിനകത്തേക്ക് പോയി. ആദർശ് അവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കുക. എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് കാറച്ചാൻ കേൾക്കാം. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ചെല്ലാനും പറ്റുന്നല്ലോ. എന്റെ ഭഗവാനെ നോർത്ത് ആദർശ് അവിടെ കിടന്ന് അങ്ങോട്ട് മെഴുകും. അങ്ങോട്ട് ഒരു വ്യക്തി കൈയും കാലും കുത്തി മാക്സിമം ട്രൈ ചെയ്തു. അങ്ങനെ ആദർശന്റെ കൈയും ഇതൊക്കെ ആണെങ്കിൽ പക്ഷെ കാലങ്ങോട്ട് ശരിയാ സെറ്റാകുന്നില്ല. കുഴമ്പിനകത്തൊന്നും തെന്നി കാല് പൊക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ആദർശ് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഇങ്ങനെ വീൽ ചെയറിന്റെ അറ്റം തോന്നുന്നു പിടിച്ചു കൊണ്ടുവന്ന് കൈ പതുക്കെ പിടിച്ച് കയറുവാണ്. അങ്ങനെ വീൽ ചെയർ കയറി ഒരു വിധത്തിൽ ഇരുന്നത് ശ്വാസം വിട്ടിട്ട് പതുക്കെ എന്ത് ചെയ്യണം, ഹാളിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം കാണുന്ന കാഴ്ച ആരതിയുണ്ട്, മുത്തശ്ശിയും അമ്മയും വേണിയൊക്കെ ഉണ്ട്. അപ്പൊ ആരതിയുടെ കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ട്. നന്ദിനിയമ്മ വെള്ളം കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ആദർശം ഒന്നും മനസ്സിലായില്ല. എന്നാലും നീ ഇത് ചെയ്തല്ലോ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി കരഞ്ഞോണ്ടിരിക്കുക. ആദർശം എന്നിട്ട് ചോദിച്ചു, എന്താ വേണി, എന്താ സംഭവിച്ചേ, നിങ്ങളെല്ലാരും കൂടെ എന്തിനാ കിടന്ന് അലറ് നിലവിളിച്ചേന്ന് ചോദിക്കുക. അല്ല ആദർശേട്ടാ, ഞാൻ കാര്യം എന്താന്ന് പറ. അല്ല ആരതിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണം. അവളൊരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആദർശ് ആ കയ്യിലെ കെട്ട് കാണുന്നത്. ഇത് കണ്ടത് ആദർശിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. ആദർശ് ചോദിച്ചു, നീ എന്ത് പരിപാടി ആരതി കാണിച്ചെന്ന് ചോദിച്ചിട്ട് ചാടി ഇങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഒരു നിമിഷത്തെ ആ ഒരിതാണ്, പെട്ടെന്ന് ഒന്നും വേറൊന്നും ചിന്തിച്ചില്ല. ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പം ആദർശ് സ്വയം മറന്നുപോയി. അതാണ് ആദർശ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. ഇത് കണ്ടതും ആരതിയുടെ കാര്യം ബാക്കി എല്ലാരും മറന്നു. പിന്നെ എല്ലാരും ആദർശനെ ശ്രദ്ധിച്ച് അന്തം വിട്ട് നിൽക്കുക. നന്ദിനിയമ്മയും മുത്തശ്ശിയും വേണിയൊക്കെ. പെട്ടെന്ന് വേണി, ആദർശേട്ടൻ എഴുന്നേറ്റോന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആദർശേട്ടൻ ആ വീൽചെയറിലേക്ക് തന്നെ ഇരിക്കുക. ഒരു നിമിഷത്തെ എഴുന്നേറ്റ് പോയതാ. വേണിക്ക് സന്തോഷം അടക്കാനില്ല. വേണി ഓടി വന്നിട്ട് ആദർശനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആ കവളത്തൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുവാണ്. മുത്തശ്ശിയുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി. ആദർശ് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റു. ആദർശം പോലും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം വേണി പറഞ്ഞു, ആദർശാനെ എഴുന്നേറ്റല്ലോ, എന്റെ പ്രാർത്ഥന കേട്ടു. അല്ലെങ്കിലും വടക്കുന്നാഥന് എല്ലാ കാലവും ആദർശാനെ ഇങ്ങനെ വീൽ ചെയറിൽ ഇരുത്താൻ പറ്റില്ല എന്ന് പറയണം. നന്ദിനിയും പറഞ്ഞു, സന്തോഷമായി, ഭഗവാൻ പ്രാർത്ഥന കേട്ടു. എന്തൊക്കെ നേർച്ചകളും വഴിപാടുകളും നടത്തിയതാ. മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. ഈ സമയം നന്ദിനിയമ്മ പറഞ്ഞു, അല്ല അത് പിന്നെ ഇപ്പം ആദർശം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ക്രെഡിറ്റും വേണിമോൾക്ക് തന്നെയാണ്. വേണിമോളുടെ പ്രാർത്ഥന, വേണിമോളുടെ നോട്ടം, അത് ഒന്നുകൊണ്ട് മാത്ര ആദർശം എഴുന്നേറ്റെന്ന് പറയണം. ഇത് കണ്ടതും വേണി രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട. ഇനിയിപ്പോ ആദർശം എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ പോവാ. അപ്പൊ ഇനി ശങ്കറും ആദർശം കൂടെ കൈ ഓർക്കും തന്നെ ആരാ
ഈ വിധം ആക്കിയിട്ടേന്ന് ആദർശ് വെറുതെ ഇരിക്കുവോ? അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.